എൻ രക്ഷിതാവ് രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിൽ ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹം ഹല്ലേലൂയ വളരെ ഗഹനീയമായ ചിന്തനീയമായ ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൻ്റെ പരിണിതമായ ഫലമാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദ ലോർഡ്. ദൈവസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് വളരെ അചഞ്ചലമായ മാറ്റമില്ലാത്തതായ ആ ദൈവസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ ഫലമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവസ്നേഹത്തെ യഥാർത്ഥമായി രുചിച്ചറിയുന്ന ഏതൊരു ദൈവ പൈതലും സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഇത് യഥാർത്ഥമായി ഗ്രഹിച്ച് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒരു സ്നേഹ സാമ്രാജ്യത്തിൻ്റെ ഹല്ലേലൂയ അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. സ്നേഹം ഹല്ലേലൂയ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട്, ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ, നമ്മളായിരിക്കുന്ന ദേശം, നമ്മൾ ഹല്ലേലൂയ പോകുന്ന ഇടങ്ങൾ, വരുന്ന ഇടങ്ങൾ, ഇവിടെ എല്ലാം സ്നേഹത്തിൻ്റെ ഒരു നിറവുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹമെന്ന് പറയുന്നത് ഹല്ലേലൂയ അതായത് വീതി, ഹല്ലേലൂയ നീളം, ഉയരം, ആഴം. പ്രൈസ് ദി ലോർഡ്. ഇത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചു. യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നമ്മളെ പരിചയം ഉണ്ടായിട്ട് അല്ല. പ്രൈസ് ദി ലോർഡ്. അക്ഷരികമായിട്ട് നോക്കുമ്പോൾ യേശുക്രിസ്തു നമ്മെ വല്ല പരിചയമുണ്ടോ? ഇല്ല. യേശുക്രിസ്തു ദൈവം എന്ന് പറയുന്ന ആളത്വത്തിൽ ദൈവത്തിന് നമ്മളെ മുൻനിർണയമുണ്ട്. നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മൾ പറഞ്ഞു കേട്ടൊരു അറിവ്, അല്ലെങ്കിൽ പഠിച്ചു വന്ന ഒരറിവ്, വേദപുസ്തകം വായിച്ചൊരറിവ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു കേട്ട ഉള്ള അറിവ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിയാൻ ഇടയായിത്തീർന്നു. അങ്ങനെയുള്ള ഒരു അറിവ് യേശുവിനെ കുറിച്ച് നമുക്കുള്ളൂ. അതിലുപരിയായി പിന്നെ യേശുക്രിസ്തു തന്ന പരിശുദ്ധാത്മദാനം, യേശുക്രിസ്തു തന്ന ദൈവകൃപ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഇടയായിത്തീരുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മഹാസ്നേഹത്തിൻ്റെ ആ വലിപ്പം നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ നമ്മൾ പാപിയായിരുന്നിട്ടും നമ്മളെ സ്നേഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പാപികളായിട്ടും നമ്മൾ ദോഷികളായിട്ടും നമ്മൾ ഹല്ലേലൂയ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ഓർക്കാതെ
ഇതൊന്നും കണക്കിടാതെ, ഇതൊന്നും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മെ ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ അകറ്റാതെ, കർത്താവ് നമ്മെ യഥാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, സേവിക്കാതിരിക്കാൻ പറ്റില്ല, ആരാധിക്കാതിരിക്കാൻ പറ്റില്ല, സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ 13-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ന്റെ 1-ാമത്തെ വാക്യം പ്രൈസ് ദി ലോർഡ് വായിക്കാം. ആ കേട്ടോ, പെസഹ പെരുന്നാളിന് മുൻപ്, യേശുക്രിസ്തുവിന് പിന്നെ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുമ്പിൽ. പെസഹ പെരുന്നാളിന് മുൻപ് താൻ ഈ ലോകത്തിൽ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നെന്ന് യേശു അറിഞ്ഞു. എന്നിട്ടോ ലോകത്തിൽ തനിക്കുള്ളവരെ യേശു സ്നേഹിച്ചു. എന്നിട്ട് പറയുക, അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ലോകത്തിൽ യേശുക്രിസ്തു തനിക്കുള്ളവരെ സ്നേഹിക്കുക മാത്രമല്ല, അവസാനത്തോളം യേശു അവരെ സ്നേഹിച്ചു. ആ സ്നേഹം അഗാധമായ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, അവർണ്ണനീയമായ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പലതരത്തിലുള്ള സ്നേഹമുണ്ട്, പലതരത്തിലുള്ള സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഹല്ലേലൂയ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളോട്, ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരോട്, ഗുരുശിഷ്യ ബന്ധം, സ്നേഹം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധങ്ങളാകുന്ന സ്നേഹം. പിന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ മുതലാളിക്ക് തൊഴിലാളിയോടും തൊഴിലാളിക്ക് മുതലാളിയോടുമുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലതരത്തിലുള്ള സ്നേഹം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്നേഹമല്ല. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമ്മളെ വീണ്ടെടുക്കാനുള്ള സ്നേഹം, നമ്മളെ രക്ഷിക്കാനുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മുതലാളിക്ക് തൊഴിലാളിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ തൊഴിലാളി മുതലാളിക്ക് വേണ്ടി ചെയ്യുന്ന വേല നിമിത്തം, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതേ വിശ്വസ്തയോടെ വേല ചെയ്താൽ ആ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തൊഴിലാളിയെ ഹല്ലേലൂയ ആ മുതലാളി സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ അമ്മയപ്പന്മാർ സ്നേഹിക്കുന്നത്, അമ്മയപ്പന്മാരെ മക്കൾ സ്നേഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ മക്കളെ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മക്കളെ സ്നേഹിച്ചിട്ടും ഹല്ലേലൂയ സ്നേഹിക്കാത്ത എത്രയെത്ര മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഹല്ലേലൂയ ഒരു മാതാവ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ആ മാതാവിനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തൻ്റെ മകൻ ക്രൂരമായിട്ട് അടിച്ച് ഉപദ്രവിച്ച് ഹല്ലേലൂയ അർത്ഥപ്രാണയാക്കി. അങ്ങനെ ഹല്ലേലൂയ കൊലപാതക ശ്രമം ചുമത്തി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഹല്ലേലൂയ ആ മാതാവ് പറയുക, പ്രൈസ് ദി ലോർഡ്, സാറേ ക്ഷമിക്കണേ, ഹല്ലേലൂയ ആ കുഞ്ഞിനോട് ക്ഷമിക്കണേ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അത് എന്നെ അടിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുക, അതുകൊണ്ട് സാറേ അവനെ കൊണ്ടുപോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ആ മാതാവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതിലുപരിയായിട്ട് യേശു കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ പാപികളും ദോഷികളും അനുസരണം കെട്ടവരും ഒക്കെ ആയിട്ടും യേശു നമ്മെ യഥാർത്ഥമായി അഗാധമായി സ്നേഹിച്ചെന്നുള്ള ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ആർക്കാ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്.
ഈ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്. ഹാല്യ പ്രൈസ് ലോർഡ്. യേശു കർത്താവ് അവസാനം വരെ തൻ്റെ ഹാല്യ മക്കളെ എല്ലാവരും സ്നേഹിച്ചെന്നവർ. പ്രൈസ് ലോർഡ്. ഈ സ്നേഹം ദിവ്യമായ സ്നേഹമാ. 15-ാം അധ്യായം യോഹന്നാൻ, ഹാല്യ പ്രൈസ് ലോർഡ്, 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ പ്രൈസ് ലോർഡ്. അതായത് മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് കാരണമായി തീർന്നത് ഹല്ലേലൂയ യഥാർത്ഥത്തിൽ ഹല്ലേലൂയ ദൈവസ്നേഹത്തിൻ്റെ നിറവിൻ്റെ പരിണിത ഫലമാണ്. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ നിറവിൻ്റെ പരിണിത ഫലമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതായത് ഹല്ലേലൂയ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞു ഇങ്ങനെയാണ്. അതായത് ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ദൈവം എന്ന് പറയുന്ന മൂന്നാളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവര് ഹല്ലേലൂയ ദൈവമാണ്. ദൈവത്വത്തിൽ ഇവരൊന്നാ. ഇവർ ദൈവമാ, ദൈവത്വത്തിൽ ഇവർ ഒന്നാണ്. അപ്പോൾ തന്നെ പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. പിതാവ് ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് ഒരു ആളത്വമാണ്. ഹല്ലേലൂയ. പുത്രനായ യേശുക്രിസ്തു ഒരാളത്വമാണ്. അപ്പോൾ മൂന്നാളത്വങ്ങൾ സ്വർഗത്തിൽ ഹല്ലേലൂയ സമ്മേളിക്കുമ്പോൾ അവർ ഒന്നിച്ച് നിൽക്കുന്ന ആ നിലനിൽപ്പിന്, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ആ അവസ്ഥയ്ക്കാണ് ദൈവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ വി എ തോമസ് ഹല്ലേലൂയ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതായത് ദൈവത്തിൻ്റെ തൃത്വത്തിലുള്ള ഏകത്വത്തെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് പറയാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ്. അതായത് റബ്ബറിങ്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജനം പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 1 പറഞ്ഞു, ചിലർ പറഞ്ഞു 3 പറഞ്ഞു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റബ്ബറിങ്ക 1 എന്ന് എടുത്തു ചോദിച്ചപ്പോൾ 3 പറഞ്ഞു. 3 എന്ന് ചോദിച്ചപ്പോൾ 1 പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആ റബ്ബറിങ്ക പോലെ, അതായത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പുറമേ ഒരു ആവരണത്തിൽ അവയൊന്നാണെങ്കിലും അതിൽ 3 ജീവനുകളുണ്ട്. അതേപോലെ സർവശക്തനായ ദൈവവും ഹല്ലേലൂയ ആളത്വത്തിൽ 3 വ്യക്തിത്വങ്ങളായി നിലകൊള്ളുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്വത്തിൽ അവർ ഒന്നായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, ഹല്ലേലൂയ പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് പുത്രനെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പിതാവ് പരിശുദ്ധാത്മാവിനെയും പുത്രനെയും സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ പുത്രനും പരിശുദ്ധാത്മാവും പിതാവിനെ സ്നേഹിക്കുന്നു. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ ഒരു നിറവിൻ്റെ അനുഭവം സ്വർഗത്തിലുണ്ടായി. ഈ സ്നേഹത്തിൻ്റെ നിറവിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ ഹല്ലേലൂയ അവർ ആ 3 ആളത്വങ്ങളാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഒരുമിച്ചുള്ള അവരുടെ ചിന്താഗതിയിൽ ഉരുത്തിരിഞ്ഞതാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹം പകർന്നു വയ്ക്കാനായിട്ട് ഹല്ലേലൂയ മൺപാത്രങ്ങളെ ഉണ്ടാക്കാവുന്നത്. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട മൺപാത്രങ്ങളാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹം പകർന്നു വയ്ക്കാൻ ദൈവം ഉണ്ടാക്കിയ മൺപാത്രങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഈ സ്നേഹം നമ്മിലേക്ക് പകർന്നു, നമ്മൾ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അധ്യാപകരെ, ഗുരുക്കന്മാരെ, അയൽക്കാരെ, ഇവരെ ഒക്കെ സ്നേഹിക്കാൻ ഹല്ലേലൂയ നമ്മൾ പ്രാപ്തരായി തീരുന്നതിൻ്റെ കാരണം ദൈവസ്നേഹം പകർന്നു വയ്ക്കുവാൻ ദൈവം ഉണ്ടാക്കിയ
മൺപാത്രങ്ങളായ നമ്മിൽ ദൈവം മുൻകണ്ട ദൈവത്തിൻ്റെ പ്രത്യേകമായ രക്ഷണ്യ പദ്ധതിയുടെ ആവിർഭാവമാണ് നാം അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദൈവസ്നേഹം നമ്മിൽ പകർന്നു വെച്ചിരിക്കുന്നത് അത് നമ്മിൽ ഒരാളിൽ, നാം എന്ന വ്യക്തിയിൽ ഒതുക്കി നിർത്താനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എവിടെങ്കിലും ഒതുക്കി വെച്ച് ഹല്ലേലൂയ സ്നേഹിക്കാനുള്ളതല്ല. ഒതുക്കം പറഞ്ഞ്, അടക്കം പറഞ്ഞ് സ്നേഹിക്കാനുള്ളതല്ല. ഈ സ്നേഹം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് പുറത്തേക്ക്, ഹല്ലേലൂയ, ഈ സ്നേഹം പുറത്തേക്ക് ഒഴുകണം. ഹല്ലേലൂയ, ഈ സ്നേഹത്തിന്റെ നിറവ് പുറത്തേക്ക് ഉണ്ടാകണം. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. അതിന് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹല്ലേലൂയ ആരാണെന്നും നമ്മൾ എന്താണെന്നും നമ്മൾ എങ്ങനെയുള്ളവരാണെന്നും ഹല്ലേലൂയ നാം മനസ്സിലാക്കി ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തെ യഥാർത്ഥമായി ഉള്ളിൽ ഹല്ലേലൂയ സ്വീകരിച്ച ഒരു ദൈവ പൈതൽ നിശ്ചയമായും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്.